ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്രയെക്കുറിച്ച് ഞാൻ ഓൾറെഡി കുറേ പേരോടൊക്കെ പറഞ്ഞിരുന്നു. വാട്സപ്പിലൊക്കെ ഉള്ള ഫ്രണ്ട്സിനെ അറിയാം. അപ്പോൾ എന്തായാലും അന്നത്തെ ആ യാത്രയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇന്ന് ടിപ്സും റെസിപ്പീസും ഒന്നും അല്ല കേട്ടോ, അതാദ്യം ഞാൻ പറയുകയാണ്. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ സ്പെഷ്യലി. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് പോയതുകൊണ്ട് ടിക്കറ്റൊന്നും ട്രെയിനിന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിലാണ് പോയത്. ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാമായിരുന്നു. കല്ലടയുടെ വോൾവോ ബസ്സാണ്. അപ്പോൾ വോൾവോ ആകുമ്പോൾ കുറച്ചൊരു ഷേക്കിംഗ് ഒക്കെ കുറവായിരിക്കും. വേളാങ്കണ്ണിയിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ ഒഴിവാക്കി പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒരല്പം തിരക്കൊക്കെ കുറവായിരിക്കും. ഇപ്പോൾ റൂമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി എളുപ്പം അതായിരിക്കുമെന്ന് തോന്നുന്നു. ഞങ്ങൾ താമസിച്ചത് സീ ഗേറ്റ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അവിടെ റൂംസ് ഉണ്ട്, വില്ലാസ് ഉണ്ട്, റിസോർട്ടുണ്ട്, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളതാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് പുറത്ത് പോകണ്ട. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് ചോറൊന്നും കാര്യമായിട്ട് കിട്ടത്തില്ല. പച്ചരി കൊണ്ടുള്ള ഇതൊക്കെയാണ്. പിന്നെ മറ്റുള്ള ഐറ്റംസ് എല്ലാം അവിടെ കിട്ടും. പിന്നെ സീ ഗേറ്റിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് ഇഷ്ടമാകും. ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റേയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. ഇവിടെ തന്നെ മതിയെന്ന് വിചാരിച്ചു. കാര്യം എനിക്ക് വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കൊരു പരിചയമുള്ള സ്ഥലമാകുമ്പോൾ ആ ഒരു പ്രശ്നം കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം, ട്രാവൽ കഴിഞ്ഞ് ഇവിടെ എത്തിയതിന് ശേഷം നമുക്കൊരു ഹോംലി ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. ആദ്യം കുർബാന കണ്ടു, പിന്നെ നമ്മുടെ നേർച്ചകളെല്ലാം നടത്തി. ഇവിടെ കുറേ നേർച്ചകളുണ്ട്. എനിക്ക് മനസ്സിലായ കുറച്ച് നേർച്ചകൾ ഞാൻ പറയാം. നിങ്ങളിൽ പലരും ഒരുപക്ഷെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ വേളാങ്കണ്ണി പോകുന്നെന്ന് നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ കാര്യം അവിടെ കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ്. ഞാൻ തന്നെ അത് മറന്നിരിക്കുകയായിരുന്നു, ഞാൻ പോയതാണ് എന്നിട്ട് പോലും. അപ്പോൾ വേളാങ്കണ്ണിയെക്കുറിച്ചുള്ള അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കറിയാവുന്നതും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്ത വർഷം പോകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടെല്ലാം കാണാൻ പറ്റും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയെന്ന് വെച്ചാൽ കുട്ടികളുടെ അതുപോലെ തന്നെ പുരുഷന്മാരുടെയൊക്കെ മുടി കട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. അത് അവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ്. അപ്പോൾ ഇപ്രാവശ്യം മോൻ്റെ ചെയ്തു. ഇത്രയും വർഷങ്ങളായിട്ടൊന്നും ചെയ്യാതിരുന്നതാണ്. എനിക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാണ് ചെയ്തത്. പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു നേർച്ചയെന്ന് വെച്ചാൽ മാതാവിന് പട്ടുസാരി കൊടുക്കുന്നത്. ഇപ്പോൾ കല്യാണമൊക്കെ നടക്കാത്തവർ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കല്യാണമൊക്കെ നടക്കുമ്പോൾ പട്ടുസാരി നേർച്ചയായിട്ട് കൊടുക്കുന്നത് കണ്ടു. പിന്നെ വീട് പണിയുടെ തടസ്സം മാറാനായിട്ട് പൂട്ടും താഴും താക്കോലും നമ്മൾ നേർച്ചയായിട്ട് അവിടെ കൊണ്ടുവന്ന് പൂട്ടുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ശത്രുദോഷം മാറാനും ഈ പറയുന്ന താഴിട്ട് പൂട്ടിയിട്ട് ഒരു താക്കോല് നമ്മൾ അവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കും. പിന്നെ ഒരെണ്ണം നമ്മൾ കൊണ്ടുപോകും, നമ്മൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഈ കാര്യം സാധിച്ചതിന് ശേഷം ഇവിടെ വന്ന് തുറക്കണമെന്നാണ്. അവിടെ ഇത് താക്കോലും താഴുമൊക്കെ വിൽക്കാൻ നിന്നൊരു പയ്യൻ പറഞ്ഞു തന്നാണ്. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ അവിടെ തൊട്ടിൽ കെട്ടുന്ന ഒരു നേർച്ചയുണ്ട്. അത് ഞാനവിടെ കണ്ടു. പിന്നെ ഒരു കാര്യം പറയാതെ പറ്റില്ല. വേളാങ്കണ്ണി പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ, ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് പോയിട്ടുള്ളത്, ഒത്തിരി പ്രാവശ്യമൊന്നും പോയിട്ടില്ല കേട്ടോ. പോയപ്പോൾ ശരിക്കും എനിക്ക് അതിശയം തോന്നിയൊരു കാര്യം, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും പള്ളികളാണ്, മനോഹരമായിട്ടുള്ള വെള്ള നിറത്തിലെ പള്ളികളാണ്. എനിക്കത് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി. നമ്മുടെ മെയിൻ പള്ളിയുടെ എതിർവശത്ത് ബിൽഡിങ്ങിന് മുകളിലത്തെ നിലയിൽ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഒക്കെയാണ് അവിടെ കാണുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിൽ ഒരു മ്യൂസിയം കാണാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസിയം എന്ന്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആൾക്കാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളില്ലേ, അതിന് ഉപകാര സ്മരണ പത്രവും നേർച്ചയും ഒക്കെയാണ് നിറയെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നേർച്ചയെന്ന് പറയുന്നത് സ്വർണം, വെള്ളി, കോയിൻസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 നോട്ട്, 2000 നോട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാം. അത് ഫോട്ടോഗ്രാഫി അവിടെ അലൗഡ് അല്ല എന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഫോട്ടോയൊന്നും എടുക്കാനായിട്ട് ശ്രമിച്ചില്ല.
പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എനിക്ക് ഒത്തിരി സമയം പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. ഞാനൊരു 2 മണിക്കൂർ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നൊരു തീരുമാനത്തോടു കൂടിയാണ് ഞാൻ പോയത്. പ്രാർത്ഥിക്കാൻ വേണ്ട സമയം എനിക്ക് കിട്ടി. വേളാങ്കണ്ണി പള്ളിയുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മൾ ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക് പോകുന്ന വഴികളിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ കാണാം. അരളിപ്പൂക്കൾ പല നിറത്തിലുള്ളതും ഞാനവിടെ കണ്ടു. വെള്ള, റോസ്, റെഡ്, അങ്ങനെ പല കളർ കണ്ടു. അതേപോലെ തന്നെ ആര്യവേപ്പ് ഒത്തിരി അവിടെ നിൽപ്പുണ്ട്. ആര്യവേപ്പിൻ്റെ മരങ്ങളൊക്കെ പലതും അവിടെ നിൽപ്പുണ്ട്. അത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വായു ശുദ്ധമാക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ആര്യവേപ്പ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പക്ഷികളുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ഉള്ളതുണ്ട്. പ്രാവ്, കോഴികൾ, അതുപോലെ തന്നെ വാത്ത, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്കവിടെ കാണാം. പിന്നെ ഈ യാത്രയിൽ നന്ദിയും പ്രാർത്ഥനയും കൊണ്ട് കണ്ണ് നിറഞ്ഞൊരു മുഹൂർത്തം ഉണ്ടായി. അത് പഴയ പള്ളിയുടെ മുന്നിൽ 3 മക്കളുമായിട്ട് വന്ന മാതാപിതാക്കളെയാണ്. 2 കുട്ടികളും വീൽ ചെയറിലാണ്. ഒരു കുട്ടി അമ്മയുടെ കൈപിടിച്ച് പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട്, ചെറിയൊരു തെന്നലോടുകൂടി. ഒരു നിമിഷം ഞാൻ എല്ലാം മറന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് സമയം നിന്നു. ഒരു നിമിഷം നമ്മുടെ ജീവിതം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നിമിഷമായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ച് കൊച്ചിയിലേക്കുള്ള ബസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് വന്നത്. അപ്പോൾ അത് നൈറ്റിൽ 9 മണിക്കായിരുന്നു. യാത്രയ്ക്ക് പോകും മുമ്പ് നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ പോവുക. നമുക്ക് അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാനായിട്ട് യാത്ര ചെയ്യുന്ന എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഡ്രസ്സ് എടുക്കുക. പറ്റുമെങ്കിൽ ഒരെണ്ണം എക്സ്ട്രാ എടുക്കുക. അതേപോലെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ട്രാവലിങ്ങിൻ്റെ ടൈമിൽ 2 ദിവസം ഉണ്ടാകുമ്പോൾ 2 ദിവസവും നല്ല സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ കാര്യം ഒരു പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെ പോയിട്ട് നമ്മൾ ഒത്തിരി നടക്കേണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഹീലുള്ള ചെരുപ്പ് അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടാകും. ഞാൻ ഒരെണ്ണം എക്സ്ട്രാ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ അതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതൊക്കെയാണ് യാത്രയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സ് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുക. ഞാനിനി എന്തായാലും കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.